കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ, റൂഹായേ കനിയണമേ, ത്രിയേക ദൈവമേ കനിയണമേ, പരിശുദ്ധമാലാഖമാരേ പരിശുദ്ധയായ കന്യാമറിയമേ, ദൈവജനനീ മാമരിയേ, വിശുദ്ധനായ മിഖയേലേ, വിശുദ്ധനായ ഗബ്രിയേലേ, വിശുദ്ധനായ റഫായേലേ, വിശുദ്ധ വാനവദൂതന്മാരേ, വിശുദ്ധ സ്നാപക യോഹന്നാനേ, വിശുദ്ധനായ യൗസേപ്പേ, വിശുദ്ധനായ പത്രോസേ, വിശുദ്ധനായ പൗലോസേ, ചാവറപിതാവിൻ്റെയും മദർ തെരേസയുടെയും എവുഫ്രാസ്യമ്മയുടെയും ദൈവസഹായം പിള്ളയുടെയും അൽഫോൻസമ്മയുടെയും ഫ്രാൻസിസ് സേവിയറിൻ്റെയും മറിയം ത്രേസ്യയുടെയും ഒക്കെ വിശുദ്ധമായിട്ടുള്ള ഒരു തിരുശേഷിപ്പുകളാണ് നമ്മൾ ഇന്നിവിടെ വണങ്ങുന്നത്. പൗലോസ്ലിഹായുടെ തുവാലയിലും ഏപ്രിലും തൊട്ട പല രോഗികളും അത്ഭുതകരമായി രോഗവിമുക്തി പ്രാപിക്കുകയുണ്ടായി. ഇന്ന് ഈ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ തൊട്ട് വണങ്ങാനും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാനും നമുക്ക് പ്രത്യേക അവസരം ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇടയിലുള്ള രോഗികൾ, നമ്മുടെ കുടുംബങ്ങളിലെ രോഗികൾ, നമ്മൾ അവരെ പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഈ വിശുദ്ധരുടെ അനുഗ്രഹം മധ്യസ്ഥം വഴി അവരെല്ലാവരും രോഗ വിമുക്തി പ്രാപിക്കട്ടെ എന്നും ഈ ദിവ്യമായ അവസരത്തിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷിപ്പ് ആരോഗ്യബന്ധപ്പെടുത്തുന്ന വണങ്ങി വിശുദ്ധന്മാർക്ക് സ്വീകരിക. മറ്റു 7 വിശുദ്ധാത്മാക്കളുടെയും തിരുശേഷങ്ങൾക്ക് തൊട്ട് വണങ്ങാവുന്നതാണ്. 1953 ഡിസംബർ മാസം 6-ാം തീയതിയാണ് കേരള കത്തോലിക്ക സഭയ്ക്ക്, ഭാരത കത്തോലിക്ക സഭയ്ക്ക് സമ്മാനമായി കിട്ടിയ വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ വലതു കരത്തിൻ്റെ അസ്ഥിയുടെ തിരുശേഷിപ്പ് അഴീക്കോട് സ്ഥാപിക്കുന്നത്. നമ്മൾ തീർത്ഥകേന്ദ്രങ്ങൾ പലതും സന്ദർശിച്ചിട്ടുണ്ടാവും, പല തീർത്ഥകേന്ദ്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ തീർത്ഥകേന്ദ്രങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത അഴീക്കോട്ടത്തെ തീർത്ഥകേന്ദ്രത്തിനുണ്ട്. അത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. മാർത്തോമ പൊന്തിഫിക്കൽ ഷ്രൈൻ എന്ന പേര്. അതിലെ വാക്ക് പൊന്തിഫിക്കൽ എന്ന വാക്കാണ്. ആ വാക്ക് ഉൾക്കൊള്ളുന്ന ഒരു തീർത്ഥകേന്ദ്രവും ഭാരതത്തിലില്ല. ഭാരതത്തിലെ ആദ്യത്തേതും ഒരുപക്ഷെ അവസാനത്തേതുമാകുന്ന ഒരു പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രമാണ് അഴീക്കോട്ടത്. ഇത് റോമിൽ നിന്ന് പ്രത്യേകമായി കിട്ടിയിട്ടുള്ള ഒരു പദവിയാണ്. അതിനോട് പദവി കിട്ടിയെന്ന് ഞാൻ ഇടയ്ക്ക് പറയാം. 1953 എന്ന് പറയുന്ന വർഷം കേരള ചരിത്രത്തിൽ, കേരള സഭാ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള വർഷമാണ്. AD 52 വിശുദ്ധ തോമാസ് ശ്ലീഹ കേരളത്തിൽ എത്തുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെത്തി എന്ന് പറയുന്നത്? ഭാരതത്തിൽ തോമാസ് ശ്ലീഹ മുമ്പ് വന്നിട്ടുണ്ട് എന്നാണ് ദിവംഗതനായ മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞത്. തോമാസ് ശ്ലീഹ AD 33 ഭാരതത്തിൽ മുൻപ് വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുള്ളത് വടക്കേ ഇന്ത്യയിലും അതിനുശേഷം അവിടെ നിന്ന് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം അവിടെയും നമുക്ക് മുൻപേ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച വ്യക്തികളുണ്ട് എന്നുള്ളതാണ്. തോമാസ് ശ്ലീഹ അധികം വൈകാതെ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വരവാണ് തോമാസ് ശ്ലീഹ AD 52 നവംബർ മാസം 21 എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന
ഭാരത പ്രവേശനം നടന്നിട്ടുള്ളത്. അപ്പോൾ 1953 എന്ന് പറയുന്നത് 19 നൂറ്റാണ്ട് പൂർത്തിയാകുന്ന വർഷമാണ്. എന്ന് പറഞ്ഞാൽ 1900 വർഷം തോമാസ് ശ്ലീഹ വന്നതിൻ്റെ 1900 വർഷത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് തോമാസ് ശ്ലീഹായുടെ ഇന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന റോമിലെ ഇറ്റലിയിലെ ഒർത്തോണ എന്ന് അറിയപ്പെടുന്ന ഒരു നഗരത്തിൽ ഒരു കത്തീഡ്രൽ ഉണ്ട് തോമാസ് ശ്ലീഹയുടെ പേരിൽ. ആ കത്തീഡ്രലിലാണ് തോമാസ് ശ്ലീഹായുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ആ പള്ളിയിൽ നിന്നാണ്, ആ കത്തീഡ്രലിൽ നിന്നാണ് 1953 ഡിസംബർ മാസം 6-ാം തീയതി ഈ തോമാസ് ശ്ലീഹായുടെ വലതുകരത്തിന്റെ തിരുശേഷിപ്പ് ഭാരതത്തിലേക്ക് എത്തുന്നത്. ഇതൊരു സമ്മാനമാണ്. ഇത് കേരള കത്തോലിക്ക സഭയ്ക്ക്, ഭാരത കത്തോലിക്ക സഭയ്ക്ക് വത്തിക്കാൻ തന്ന വലിയ സമ്മാനമാണ്. അപ്പൊ ഇത് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരേ ഒരു ആകെയുള്ള ഒരു പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രമാണ്. റോം അനുവദിച്ചു തരുന്ന തീർത്ഥകേന്ദ്രം നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മലയാറ്റൂര് തീർത്ഥകേന്ദ്രമാണ്, അത് സിനഡ് പ്രഖ്യാപിച്ചിട്ടുള്ള തീർത്ഥകേന്ദ്രമാണ്. രൂപതകൾ പ്രഖ്യാപിക്കുന്ന തീർത്ഥകേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ തൃശ്ശൂർ രൂപതയിലുണ്ട്. പാലയൂര് അത് തീർത്ഥകേന്ദ്രമാണ്, പക്ഷെ അത് പൊന്തിഫിക്കൽ തീർത്ഥകേന്ദ്രമല്ല, അത് റോമിൽ നിന്ന് അനുവദിച്ചു തന്നത്. ഇത് റോമിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ തിരുശേഷിപ്പ് കൊണ്ടുവന്നതും 1953 ഡിസംബർ മാസം 6-ാം തീയതി തിരുശേഷിപ്പ് അഴീക്കോട് കൊണ്ട് സ്ഥാപിക്കുന്നത് ഓറിയന്റൽ സഭകളുടെ, പൗരസ്യ സഭകളുടെ അന്നത്തെ പ്രീഫെക്റ്റ് ആയിട്ടുള്ള കാർഡിനൽ യൂജി തിസറാൻ എന്ന തിരുമേനിയാണ്. അദ്ദേഹം ഇത് നാട്ടിലേക്ക് കൊണ്ടുവരികയും ഇത് കേരളത്തിൽ സ്ഥാപിക്കാനായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഇത് എവിടെയാണ് സ്ഥാപിക്കേണ്ടത് എന്ന് റോമിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് കൊടുങ്ങല്ലൂർ സ്ഥാപിക്കണം എന്നതാണ്. കാരണം 1900 വർഷം ഭാരത പ്രവേശനത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്നതുകൊണ്ട് അത് കൊടുങ്ങല്ലൂർ സ്ഥാപിക്കണമായിരുന്നു. പക്ഷേ ഇത് ആരെയാണ് ഇത് ഏൽപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒത്തിരി ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ഏൽപ്പിക്കേണ്ടത് പക്ഷേ സീറോ മലബാർ സഭയാണ്. അപ്പോൾ സീറോ മലബാർ സഭയുടെ അന്നത്തെ തൃശ്ശൂർ അതിരൂപത, ഇരിഞ്ഞാലക്കുട രൂപത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഭാഗമാണ്. പക്ഷെ അന്ന് ഇരിഞ്ഞാലക്കുട രൂപത സ്ഥാപിതമായിട്ടില്ല. അന്ന് തൃശ്ശൂർ അതിരൂപതയാണ്. ഈ അതിരൂപതയ്ക്ക് ഇത് കൊടുത്താൽ, ഇതേപോലെ തന്നെ തോമാസ് ശ്ലീഹായുടെ വിശ്വാസം സ്വീകരിച്ച ലത്തീൻ സഭ കൊടുങ്ങല്ലൂരുണ്ട്. അപ്പോൾ അവർക്കത് വിഷമാവും. ഇനി ലത്തീൻ സഭയ്ക്ക് കൊടുത്താൽ സീറോ മലബാർ സഭയ്ക്കും സീറോ മലങ്കര സഭയ്ക്കും അത് വിഷമാവും. അങ്ങനെയാണ് അവസാനം CBCA, ഭാരതത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സംഘം ചേർന്ന് തീരുമാനമെടുക്കുന്നത്. 1831 മാന്നാനം സ്ഥാപിതമായ CMI സഭ ഭാരതത്തിലെ ആദ്യത്തെ സന്യാസ സഭയാണ്. ആ സന്യാസ സഭയെ ഇത് നോക്കാനായിട്ട്, അതിന്റെ കസ്റ്റോഡിയനായിട്ട് ഏൽപ്പിക്കാൻ തീരുമാനമാണ്. അപ്പോൾ അന്നത്തെ ജനറൽ അച്ഛൻ അത് സ്ഥാപിക്കേണ്ടത് കൊടുങ്ങല്ലൂരായതുകൊണ്ട് 1953 ഡിസംബർ മാസത്തിൽ ഇവിടെ സ്ഥാപിക്കാൻ വരുമ്പോൾ 1953 മാർച്ച് മാസം 25-ാം തീയതിയാണ് ദേവമാത പ്രവിശ്യ ഉണ്ടാവുന്നത്. പാട്രേക്കിലുള്ള പ്രവിശ്യ ഉണ്ടാവുന്നത്. പക്ഷെ അന്ന് ദേവമാത പ്രവിശ്യയ്ക്ക് കൊടുങ്ങല്ലൂര് ഒരു ആശ്രമമോ സ്ഥലമോ ഇല്ലായിരുന്നു. അപ്പോൾ അന്ന് 1 ഏക്കർ ഭൂമി വാങ്ങി 1953 ഒക്ടോബർ മാസത്തിൽ 1 ഏക്കർ ഭൂമി വാങ്ങി അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 88 ദിവസം കൊണ്ടാണ് ഇന്ന് നിങ്ങൾ അഴീക്കോട് വരുമ്പോൾ കാണുന്ന തീർത്ഥകേന്ദ്രം സ്ഥാപിക്കപ്പെട്ടത്. അത് വലിയൊരു ഒത്തിരി പേരുടെ കൂട്ടായ ശ്രമം കൊണ്ടാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരിശ്രമിച്ചിട്ടുള്ളത് ഇരിഞ്ഞാലക്കുടക്കാരാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഈ തീർത്ഥകേന്ദ്രം അതൊരു സ്വപ്നമായിരുന്നത് പ്രാവർത്തികമാകുന്ന രീതിയിലേക്ക് അത് വളർന്നു വന്നത് അങ്ങനെയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് 1957 ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ദേവമാത പ്രവിശ്യ സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഇരിഞ്ഞാലക്കുട കൊണ്ട് സ്ഥാപിക്കാനുണ്ടായ കാരണം ഈ തീർത്ഥകേന്ദ്രത്തോട് കാണിച്ച നന്ദിയായിട്ടാണ് അത് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അത് ഈ അഴീക്കോടിനും ഇരിഞ്ഞാലക്കുടയ്ക്കും അങ്ങനെ ഒരു ബന്ധമുണ്ട്. തോമാസ് ശ്ലീഹ 52 കേരളത്തിൽ വന്നുവെന്നും അതിന് തോമാസ് ശ്ലീഹ വന്നതിന് ശേഷം 20 വർഷക്കാലം അദ്ദേഹം ഭാരതത്തിലുണ്ടായിരുന്നു. AD 72 തോമാസ് ശ്ലീഹ രക്തസാക്ഷിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ 20 വർഷം അദ്ദേഹം എന്താണ് കേരളത്തിൽ ചെയ്തത്? അദ്ദേഹം കേരളത്തിൽ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ കാറ്റഗിസിൽ പഠിക്കുന്നത് പോലെ തോമാസ് ശ്ലീഹ എത്ര പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്? തോമാസ് ശ്ലീഹ 7 പള്ളികൾ സ്ഥാപിച്ചു. 7 പള്ളികൾ എന്ന് പറയുമ്പോൾ 7 വലിയ പള്ളികളും ഒരു അരപ്പള്ളി അല്ലെങ്കിൽ പണി തീരാത്ത ഒരു പകുതി പള്ളി എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കിയതിനെ നമ്മൾ മാറ്റിക്കളയാം. കാരണം തോമാസ് ശ്ലീഹ ഭാരതത്തിൽ ഒരു പള്ളിയും സ്ഥാപിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ അമലയിലെ പള്ളി പോലെ 4 ചുവരുകളുള്ള ഒരു പള്ളിയും തോമാസ് ശ്ലീഹ ഭാരതത്തിൽ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ എന്താണ്? പള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് സമൂഹം എന്നാണ്. ഒയ്ക്കോസ് എന്ന് പറയുന്ന ഒരു വാക്ക്, അത്
ഒരേ ആശയം ഉൾക്കൊള്ളുന്ന വ്യക്തികൾ, ഒരേ ലക്ഷ്യത്തെ മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടായ്മയാണ് ഈ ഒയ്ക്കോസ് എന്ന് പറയുന്നത്. അതാണ് പള്ളി. അപ്പോ ആദിമ ക്രൈസ്തവ സമൂഹത്തെയും ചർച്ച് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്, ആദ്യത്തെ ചർച്ച്. അപ്പൊ അതുപോലെയാണ് ഇതിൽ തോമസ് ലീഹ 7 സമൂഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് 7 സമൂഹം, അരസമൂഹം എന്താണ്, പകുതി സമൂഹമാണോ, മുഴുവൻ എന്താണ്, ഫോം ചെയ്യപ്പെടാത്ത കമ്മ്യൂണിറ്റിയാണോ? അതുമല്ല. ഇവിടെ 7 സമൂഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതിൽ ആദ്യത്തെ സമൂഹം കൊടുങ്ങല്ലൂരാണ്. അന്ന് കൊടുങ്ങല്ലൂര് മുസീരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മുസീരീസ് എന്ന് പറയുന്നത് AD 52 ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. അപ്പൊ ഈ വ്യാപാര കേന്ദ്രത്തിലേക്ക് കിഴക്കൻ ദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ ഈ വ്യാപാരത്തിനായിട്ട് ആളുകൾ വന്നുകൊണ്ടിരുന്നത്. അവര് വന്നുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് റോമിൽ നിന്ന്, സിറിയയിൽ നിന്ന്. അങ്ങനെ സിറിയയിൽ നിന്നാണ് തോമസ് ലീഹ ഭാരതത്തിലേക്ക്, കേരളത്തിലേക്ക് വരുന്നത്. അത് വരുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അന്ന് സിറിയയിൽ നിന്ന് വരാനുണ്ടായ കാരണം പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് കാറ്റിന്റെ, ഇന്നത്തെ പോലെ വലിയ ബോട്ടുകളോ കപ്പലുകളോ ഒന്നുമില്ല, ഉപയോഗിച്ചിരുന്നത് വഞ്ചികളാണ്, അല്ലെങ്കിൽ തന്നെ പായക്കപ്പലുകളാണ്. അപ്പൊ പായക്കപ്പലുകൾ യാത്ര ചെയ്യുന്നത് കാറ്റിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ മൺസൂൺ തുടങ്ങുമ്പോൾ ഉള്ള കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ഒരു കാറ്റുണ്ട്. ആ കാറ്റിന്റെ സഹായത്തോടാണ് ഈ വ്യാപാരികൾ യാത്ര തിരിക്കുക. അങ്ങനെ ഏകദേശം 3 മാസക്കാലം എടുത്ത ഒരു യാത്രയുടെ അന്ത്യത്തിലാണ് തോമസ് ലീഹ കേരളത്തിന്റെ അറബിക്കടലിന്റെ തീരത്തോട് ചേർന്ന് അന്നത്തെ മുസീരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് വ്യാപാരികളുടെ കൂടെ കൊടുങ്ങല്ലൂർ വന്നിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തോമസ് ലീഹ തന്റെ സുവിശേഷ ദൗത്യം തുടങ്ങുകയാണ്. കൊടുങ്ങല്ലൂരിന്റെ ആദ്യത്തെ സമൂഹം സ്ഥാപിതമായതിനു ശേഷം തോമസ് ലീഹ വടക്കോട്ട് യാത്ര ചെയ്യുകയാണ്. അത് പാലയൂര് വരെ വന്നതാണ്. പാലയൂരാണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് മാമോദീസ നൽകിയത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കുടുംബങ്ങൾ എടുക്കുമ്പോൾ, കുടുംബങ്ങളുടെ തായ്വഴികൾ തേടി പോകുമ്പോൾ അത് പലതും ചെന്ന് നിൽക്കുന്നത് പാലയൂരാണ്. പാലയൂരിൽ തുടങ്ങിയ വീടുകളാണ് നമ്മുടെ പലരുടെയും തറവാടുകൾ അറിയപ്പെടുന്നത്. അപ്പൊ അവിടെ നിന്ന് തോമസ് ലീഹ പാലയൂരത്തെ 2ാമത്തെ സമൂഹം സ്ഥാപിച്ചു. അവിടെ നിന്ന് തോമസ് ലീഹ വടക്കോട്ട് പോയില്ല, അദ്ദേഹം തെക്കോട്ട് പോയി. നമ്മൾ ആ പാട്ടിൽ പറയുന്ന പോലെ തോമസ് ലീഹയുടെ വിശേഷമായിട്ടുള്ള പാട്ടിൽ 7 സമൂഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മുസീരീസ് ഒടുങ്ങി കൊടുങ്ങല്ലൂര്, പാലയൂര്, കൊക്കമംഗലം, അങ്ങനെ തുടങ്ങി നിരണം, കൊല്ലം വരെ പോകുമ്പോൾ 7 സമൂഹങ്ങളാവും. പിന്നെ അരസമൂഹം എവിടെയാണ്? കൊല്ലത്ത് നിന്ന് തോമസ് ലീഹ പിന്നെ യാത്ര ചെയ്യുന്നത് AD 62 65 ഇടയ്ക്ക് കന്യാകുമാരിയിലേക്ക് തോമസ് ലീഹ യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര ചെന്നെത്തുന്നത് തിരുവിതാംകോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്ന് ചിലപ്പോൾ തിരുവിതാംകോട് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. ഭാരതത്തിലെ ഏറ്റവും അവസാനത്തെ, ഭാരതത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയും ഏറ്റവും അവസാനമായി വിശുദ്ധന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദേവസഹായം, വിശുദ്ധ ദേവസഹായത്തിന്റെ നാടാണ് ഈ തിരുവിതാംകോട് എന്ന് പറഞ്ഞാൽ തോമസ് ലീഹ സ്ഥാപിച്ച 8ാമത്തെ സമൂഹത്തിലെ അംഗമാണ് ഇന്ന് ഭാരതത്തിലെ ഈ വിശുദ്ധരുടെ ഗണത്തിലേക്ക് അവസാനമായി രക്തസാക്ഷിയായി ഉയർത്തപ്പെട്ട ദേവസഹായം. അപ്പോൾ അവിടുത്തെ ഈ തിരുവിതാംകൂടത്തെ രാജാവുമായിട്ട് തോമസ് ലീഹയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ നിന്ന് തോമസ് ലീഹ സ്ഥാപിച്ചെടുത്ത രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു സമൂഹം, പള്ളി അവിടെ സ്ഥാപിതമായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ തിരുവിതാംകൂട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു പള്ളിയുണ്ട് തോമസ് ലീഹയുടെ പേര്. തോമസ് ലീഹ പണിതല്ല, തോമസ് ലീഹയുടെ പേര് ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു ദേവാലയമാണ്. അത് ഈ ദേവസഹായം നമ്മൾ വിശുദ്ധന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത് ആ വഴിയിലൂടെ നിങ്ങൾക്ക് പോകുമ്പോൾ അവിടെ കാണാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് തോമസ് ലീഹ, അപ്പൊ നമ്മൾ പറഞ്ഞ 7 സമൂഹങ്ങൾ പൂർത്തിയാവാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരപ്പള്ളി എന്ന് വന്നത് നമ്മൾ മലയാളത്തില് രാജാവ് പര്യായം പറയുമ്പോൾ ആദ്യത്തെ വാക്ക് അരജൻ എന്നാണ്, രാജാവ് പര്യായം. അപ്പോ അരജന്റെ സമൂഹം, അരജന്റെ പള്ളി, അരപ്പള്ളി, അങ്ങനെയാണ്. അപ്പോ രാജാവുമായി ബന്ധപ്പെട്ട ഒരു സമൂഹമാണ് ഈ അരപ്പള്ളി. ബാക്കിയുള്ള 7 പള്ളികൾ. അങ്ങനെ 8 സമൂഹങ്ങളാണ് ഭാരതത്തിലെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് തോമസ് ലീഹ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നീടാണ് തോമസ് ലീഹ മദ്രാസ് ബന്ധപ്പെട്ട് പോകുന്നതും ചിന്നമല, വലിയ മല, അവിടെ വെച്ച് തോമസ് ലീഹയ്ക്ക് കുത്തേറ്റു എന്നും തോമസ് ലീഹ രക്തസാക്ഷിയായി എന്നും പറയുന്നു. തോമസ് ലീഹയുടെ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത സ്ഥലം ഏതാണെന്ന് അറിയാമോ? തമിഴ്നാട്ടില് മൈലാപ്പൂര് കല്ലില് വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലറയിലാണ്, പാറ വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലറയിലാണ് തോമസ് ലീഹയെ അന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അടക്കം ചെയ്തിട്ടുള്ളത്. 11ാം നൂറ്റാണ്ട് വരെ ഈ തിരുശേഷിപ്പുകൾ മൈലാപ്പൂരുണ്ടായിരുന്നു. 11ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത മുസ്ലിം ആധിപത്യം ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഭാരതത്തിലെ കേരളത്തിലുമൊക്കെ വരുന്ന സമയമാണ്.
അപ്പോൾ അന്ന് പല ക്രിസ്ത്യൻ ദേവാലയങ്ങളും ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തതിന്റെ ഫലമായിട്ട് മനുഷ്യരുടെ ഇടയിലുണ്ടായ ഒരു പേടിയുണ്ടായിരുന്നു. ഈ സ്ഥലവും ആക്രമിക്കപ്പെടുമെന്ന് പേടിയുണ്ടായതുകൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് തോമാസ് ലീഹായുടെ ഭൗതികാവശിഷ്ടങ്ങളെല്ലാം എടുത്ത് അത് തോമാസ് ലീഹ വന്ന അതേ സ്ഥലത്തേക്ക് സിറിയയിലെ എദേസ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 2 നൂറ്റാണ്ട് 200 വർഷം ആ തിരുശേഷിപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 13ാം നൂറ്റാണ്ടില് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പ്രത്യേക ആഗ്രഹപ്രകാരം ഈശോയുടെ 12 അപ്പസ്തോലന്മാരുടെയും തിരുശേഷിപ്പുകളെല്ലാം ഇറ്റലിയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തോമാസ് ലീഹയുടെ ഭൗതികാവശിഷ്ടങ്ങൾ എദേസയിൽ നിന്ന്, സിറിയയിലെ എദേസയിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകുന്നതും അവിടെ ഓർത്തോണ എന്ന പള്ളിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ നാമം സ്ഥാപിച്ചിട്ടുള്ള കത്തീഡ്രലിൽ ഈ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നത്. അവിടെ നിന്നാണ് 1953 1900 വർഷം പിന്നിടുമ്പോൾ ഈ തിരുശേഷിപ്പ് ഭാരതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ തിരുശേഷിപ്പ് നമ്മൾ ഇന്ന് അഴീക്കോട് സ്ഥാപിതമാണ്. 1953 ഡിസംബർ മാസം 6-ാം തീയതി വളരെ ആഘോഷപൂർവമായിട്ടാണ് ഈ തിരുശേഷിപ്പ് അവിടെ സ്ഥാപിച്ചത്. അന്ന് കാർഡിനൽ യൂജിൻ ടിസ്രാൻ അന്ന് വാക്കാൽ പറഞ്ഞു, ഇത് ഇനി മുതൽ മാർത്തോമ പൊന്തിഫിക്കൽ ഷ്രൈൻ എന്ന് അറിയപ്പെടും. അങ്ങനെയാണ് നമുക്ക് കേരളത്തിന്റെ അഭിമാനമായി, കേരളത്തിന്റെ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ഈ കൊടുങ്ങല്ലൂർ വിശുദ്ധനായ സെബസ്ത്യാനോസേ, വിശുദ്ധനായ അഗസ്തീനോസേ, വിശുദ്ധനായ യാക്കോബേ, വിശുദ്ധനായ ലൂയിസേ, വിശുദ്ധനായ ലോറൻസേ, വിശുദ്ധയായ അൽഫോൻസാമ്മ, വിശുദ്ധ മറിയം മഗ്ദലേന, വിശുദ്ധയായ ആഗ്നേസേ, വിശുദ്ധനായ ഫ്രാൻസിസ് അസീസി, വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ ജോൺ മരിയ വിയാനി, വിശുദ്ധയായ കത്രീന, വിശുദ്ധയായ അമ്മ ത്രേസ്യ, വിശുദ്ധയായ കൊച്ചു ത്രേസ്യ, വിശുദ്ധയായ അന്നായേ, വിശുദ്ധയായ വെറോനിക്ക,